പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് ആഗതമായി ദിവസങ്ങൾ പിന്നിടുകയാണ്. മഹാന്മാർ പറയുന്നതായി കാണാം, പരിശുദ്ധമായ റജബ് മാസം വന്നു കഴിഞ്ഞാൽ മുൻകഴിഞ്ഞു പോയ മാസങ്ങളെക്കാളും വേഗത്തിൽ ആ മാസം നമ്മിൽ നിന്ന് കടന്നു പോകും. ഷഅബാൻ ആയിക്കഴിഞ്ഞാൽ റജബിനേക്കാളും വേഗത്തിൽ ഷഅബാൻ മാസം നമ്മിൽ നിന്ന് വിട പറയും. റമദാൻ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ദിവസങ്ങൾ കണക്കാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ മാസം നമ്മളിൽ നിന്ന് കടന്നകന്നു പോകും. മാസപ്പിറവി കാണുന്നു, ആദ്യ 10 കഴിയുന്നു, 2-ാം 10, 3-ാം 10. പ്രത്യേകിച്ച് ഇബാദത്തിൽ മുഴുകുന്ന സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം തികയാതെ വരും. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ ലയത്തമന്നൗന, അവർ കൊതിക്കും ആ വർഷം മുഴുവൻ റമദാനായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. റമദാനിൻ്റെ വലിപ്പവും അതിലുള്ള അവർക്കുള്ള പ്രതിഫലങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന സ്വാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വലുതാണ്. ഒരുപാട് നമുക്ക് അമലുകളുണ്ട്, നിസ്കാരമുണ്ട്, അതുപോലെ നോമ്പുണ്ട്, അതുപോലെ ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, സദഖ ചെയ്യുന്നവരാണ് നാം. അങ്ങനെ തുടങ്ങി ഓരോ അമലുകളും മുഅ്മിനിൻ്റെ ജീവിതത്തെ സ്പർശിച്ച് നിൽക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അവൻ്റെ അമലുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നിസ്കരിക്കാത്ത സമയത്ത് പ്രത്യേകമായി നിസ്കരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ അടക്കങ്ങളും അനക്കങ്ങളും കൊണ്ട് അയാൾ നിസ്കരിക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സക്കാത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ സദഖ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആളുകൾക്ക് കൊടുക്കുകയാണ് എന്നുള്ളത് നാട്ടിൽ ഒരു പാട്ടായിട്ടുള്ള വിഷയമായിരിക്കും. അതുപോലെ തന്നെ നിസ്കരിക്കുന്നവന് നിസ്കാരത്തഴമ്പുണ്ടാവും. ഓരോന്നിനും അതിൻ്റേതായ അടയാളങ്ങൾ ജനങ്ങൾക്കിടയിൽ ശ്രുതി ഉണ്ടാവും. പക്ഷേ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് അല്ലെങ്കിൽ ഏത് നോമ്പാവട്ടെ, അസ്സൗമുലി വ അന അജ്സി ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നോമ്പ് എനിക്കുള്ളതാണ്. അടിമയും ഉടമയും തമ്മിലുള്ള ഹൃദയത്തിൽ ഒപ്പിടുന്ന ഒരു കരാറാണ് നോമ്പ് എന്ന് പറയുന്നത്. വ അന അജ്സി ബിഹി, അതിനുള്ള പ്രതിഫലം ഞാൻ നൽകും. ആർക്കും അതിൻ്റെ പങ്ക് ചേരുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല. ആർക്കും കാണിക്കാൻ വേണ്ടി നമ്മൾ നോമ്പ് നോൽക്കുന്നില്ല. രാവിലെ മുതൽ അവൻ പട്ടിണി ഇരിക്കുന്നത്, രാവിലെ മുതൽ വൈകിട്ട് വരെ അവൻ വയറ് കാലിയാക്കി ഇടുന്നത് ആളുകളെ ഗീബത്ത് പറയാനോ ആളുകളെപ്പറ്റി മോശം പറയാനോ അല്ലെങ്കിൽ തോന്നിവാസങ്ങളിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കും പോകാനോ വേണ്ടിയല്ല. മറിച്ച് അവനും റബ്ബും തമ്മിലുള്ള രഹസ്യമായ ഒരു കരാറാണ് നോമ്പ്. ആ ഒരു നോമ്പിൻ്റെ റിസൾട്ടായി അവൻ തെറ്റുകളിലേക്ക് പോകുന്നില്ല, നന്മകൾ കൂടുതൽ ചെയ്യുന്നു. അങ്ങനെ ആ രൂപത്തിൽ മനുഷ്യന്മാർ നന്നാകുന്ന വലിയ ഒരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ഇവിടെ ഈ മനുഷ്യനെ നന്നാക്കുന്ന ഒരു പ്രധാന ഘടകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് അമലുകളിൽ നിന്നും പരിശുദ്ധമായ നോമ്പിനെ വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ നിയ്യത്താണ്. അവൻ്റെ കൽബിൽ മാത്രമേ നോമ്പുള്ളൂ. അവൻ്റെ ശരീരത്തിൽ അവൻ നോമ്പെടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. ക്ഷീണിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റ് അടയാളങ്ങളൊന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള, പണ്ടുള്ള ആളുകളൊക്കെ ദ്വീപുകളിലൊക്കെ ഇപ്പോഴും നിയ്യത്ത് വെക്കുന്ന സമയത്ത് നവൈത്തു സൗമഗദിൻ എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ചിട്ട് അവസാനത്തിൽ അവർ പറയും ഈമാനൻ വഹ്തിസാബൻ ലി വജ്ഹില്ലാഹിൽ കരീം എന്ന് കൂടെ ചേർക്കും. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നോമ്പ്. അള്ളാഹുവിന് വേണ്ടി പ്രതിഫലം ഞാൻ ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചു കൊണ്ടുള്ള നോമ്പാണ് മുഅ്മിനീങ്ങളുടെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ അമലുകൾ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കൽബിനെ എത്തിക്കുക. അതാണ് സലീമായ കൽബ് എന്ന് പറയുന്നത്. ഒരാൾക്ക് നാം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തൃപ്തി പ്രതീക്ഷിച്ചോ അവരെന്തെങ്കിലും ഒന്ന് നമ്മളെപ്പറ്റി നല്ലത് പറയുമെന്ന് വിചാരിച്ചിട്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാവണം. മഹാനായ നമ്മുടെയൊക്കെ ഉസ്താദായ ഉസ്താദുൽ അസാത്തീദ് ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് റഹിമഹുല്ലാ, ഉസ്താദിൻ്റെ ചരിത്രത്തിൽ കാണാം, വർഷങ്ങളോളം പൈശാചികമായ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ഒരു കുടുംബം, വലിയ വലിയ ചികിത്സ ചെയ്യുന്ന ആളുകളും പല ആളുകളും ബന്ധപ്പെട്ട് ഇവരുടെ രോഗം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒരു നിലക്കും മാറ്റമില്ലാതെ അവർ കരഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നു. ഉസ്താദ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു അവസരവുമില്ലാത്ത വിധം പ്രയാസപ്പെട്ടതുകൊണ്ട് ഉസ്താദ് ഒരു റൂമിൽ കയറി, അവിടുത്തെ റൂമിൽ കയറിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്തു, പടച്ചോനെ, ഞാൻ ഇക്കാലം മുഴുവൻ പഠിച്ച ഇൽമ്, ഇക്കാലം മുഴുവൻ ഞാൻ ദർസ് നടത്തിയ ഈ ഒരു ദർസ്
നിനക്ക് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ചെയ്തതാണെങ്കിൽ ഈ കുടുംബത്തിലെ ഈ പൈശാചികമായ രോഗം നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. എത്രയോ വർഷങ്ങളോളം നീണ്ടു നിന്ന ആ അസുഖം ആ കുടുംബത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മളുടെ പൂർവ്വസൂരികളായ മഹാന്മാർ നമുക്ക് കാണിച്ചിട്ടുള്ള ആ മാതൃകകൾ ഒരുപാട് ഇമാമുമാരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അവർ എത്രയോ ദിവസങ്ങളും മാസങ്ങളൊക്കെ എടുത്തിട്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ, അത് നമ്മളിന്ന് എഴുതുന്നത് പോലെ ഒന്നുകിൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പേനോണ്ട് എഴുതുകയല്ല ചെയ്യുന്നത്. അവരത് മഷിമുക്കി ആ ഒരു മഷിത്തണ്ട് കൊണ്ട് അവരിങ്ങനെ എഴുതി, കലമ കൊണ്ട് മുക്കി മഷി എഴുതി ഇങ്ങനെ എഴുതുന്ന ആ ഒരു എഴുത്താണ്. എത്രയോ പേജുകൾ, നൂറുകണക്കിന് പേജുകൾ. അത് അവസാനം കെട്ടാക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം അവർ കൊണ്ടുപോയി വെള്ളത്തിലിടും. എന്തിന്? 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വെള്ളത്തിലിടും. ഇഖ്ലാസിൽ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ എഴുതിയതാണെങ്കിൽ അതിലെ മഷി മായുകയില്ല എന്ന് അവരാദ്യമേ കണക്കാക്കിയിട്ടാണ് അതവിടെ കൊണ്ടുപോയി ഇടുന്നത്. പിന്നെ അത് നോക്കുന്ന സമയത്ത് അതിൽ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കും, എൻ്റെ ഇഖ്ലാസിൽ, എൻ്റെ ആത്മാർത്ഥതയിൽ റബ്ബിന് വേണ്ടിയല്ലാത്തൊരു ചിന്ത ഞാൻ ഈ രചനക്കിടയിൽ എനിക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കും. അത് മാഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വായിക്കാം, അത് എൻ്റെ റബ്ബിന് വേണ്ടി മാത്രമായി ഞാൻ ചെയ്തതാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ ഖൽബിലേക്ക് ഉണ്ടാകും. ആ ഒരു ഇഖ്ലാസ് ഉണ്ടാവുക സലീമായ ഖൽബോടുകൂടി അള്ളാഹുവിലേക്ക് സമീപിക്കുന്നവർക്ക് മാത്രമാണ്. അവർക്ക് മാത്രമാണ് രക്ഷയുള്ളത്. അവർക്ക് വേറെ ഒന്നും ഉപകാരപ്പെടാത്ത ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൻ്റെ ആ ഒരു ഭീകരതയായി പറയുകയാണ്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അവർക്ക് അന്നേ ദിവസം സമ്പത്തോ അവരുടെ മക്കളോ ഒന്നും ഉപകാരപ്പെടുകയില്ല. ചിലർ മക്കളെ എല്ലാവരെയും നല്ല രീതിയിൽ അവരുടെ ജീവിത മാർഗങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും, അവരെ നല്ല രൂപത്തിൽ വളർത്തും. പക്ഷെ അവരുടെ ഖൽബിലുണ്ടാകും, അവരുടെ ഖൽബിൽ എവിടെയെങ്കിലും ആ ഒരു കിബർ, ഞാൻ എൻ്റെ മക്കളെ വലുതാക്കി വളർത്തി, അവർക്കൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണെങ്കിൽ അവന് ആ മക്കളെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യൻ ഒരുപാട് പാവങ്ങൾക്ക്, പ്രയാസപ്പെടുന്നവർക്ക് സമ്പത്ത് കൊടുക്കുന്നു. പ്രയാസപ്പെടുന്നവരെ കാണുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് അവരുടെ കരളലിയുന്നു, അവർ സമ്പത്ത് കൊടുക്കുന്നു. ഒരുപാട് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഖൽബിൽ എവിടെയെങ്കിലും ഈ ഒരു അഹങ്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ, ഞാൻ എന്ന ആ ഒരു ഭാവത്തിൻ്റെ ലാഞ്ചന അവരുടെ ഖൽബിലുണ്ടാകുന്ന സമയത്ത് അവരുടെ ഖൽബ് സലീമല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് നമുക്കുണ്ടാവേണ്ടത്. മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അത് എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ചെറിയ ഗ്രന്ഥങ്ങൾ, ബിദായത്തുൽ ഹിദായ പോലുള്ള ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, മനുഷ്യന്മാരുടെ ഹൃദയ രോഗങ്ങൾ ഓരോന്നും അവരെടുത്തു പറയുകയും അതിനുള്ള ഓരോ സംഭവങ്ങളും അതിനുള്ള പ്രതിവിധികളും അവരതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ നാം അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, ആളുകളെ കൊച്ചാക്കി സംസാരിക്കുന്ന സമയത്ത്, കളിയാക്കുന്ന സമയത്ത് നമ്മളെപ്പറ്റി ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഫീലിംഗ് ആണ്, എന്തൊരവസ്ഥയാണ് നമുക്കുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ നമുക്കെന്താണ് ഉണ്ടാവുന്നത്, നമ്മുടെ മനസ്സിനെന്താണ് സംഭവിക്കുന്നത്, ആ ഒരു വിഷമം, ആ ഒരു സങ്കടം ഇത് മറ്റുള്ളവർക്കും ഉണ്ടാവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആളുകളെ മോശമാക്കാൻ തോന്നുകയില്ല. മനുഷ്യരെ നിന്ദ്യതയുടെ കണ്ണുകൊണ്ട് എന്നല്ല, നിന്ദ്യതയുടെ ഹൃദയം കൊണ്ട് പോലും നമ്മൾ നോക്കാൻ പാടില്ല. ഹൃദയത്തിൽ പോലും മനുഷ്യന്മാരെ നിന്ദ്യമായി ചിന്തിച്ചുകൊണ്ട് ആളുകളെ ചിലപ്പോൾ പുറമേക്ക് ഇവരെ ആദരിക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാളോടുള്ള പരിഹാസമായിരിക്കും. അങ്ങനെ പോലും ഉണ്ടാവാൻ പാടില്ല. മഹാനായ ഇമാം ഹദ്ദാദുൽ ഖുലൂബ്, ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, മനുഷ്യന്മാരെ നിന്ദ്യതയോടുകൂടി നോക്കുന്ന ഓരോ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മഹാനർ പറയുന്നുണ്ട്, ആരെയും നാം ഹുക്മ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഇവൻ നരകത്തിലാണ് അല്ലെങ്കിൽ ഇവൻ പിഴച്ചു പോയവനാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് അവിശ്വാസിയായ ഒരാളെക്കുറിച്ച് പോലും ഇയാൾ നാളെ നരകത്തിലാണ് എന്ന് പറയാൻ പാടില്ല. അയാളുടെ അവസ്ഥ മാറി, ചിലപ്പോൾ അയാൾ നാളെ അവസാന നിമിഷം അയാൾ ഈ കലിമ ചൊല്ലി അയാൾ ഈമാനിലേക്ക് പോകും. നമ്മളുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയില്ല എന്ന് ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അയാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന് സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് കൂടി അയാൾ അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകുന്നു. തൻ്റെ കൂടെയുള്ള സുഹൃത്ത് റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ഇയാൾ വിചാരിക്കുന്നു, ഇവനൊക്കെ എന്താ
ഒരു നിസ്കാരവുമില്ല, ഒരു ഇബാദത്തുമില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്നവന് ഫ്രീ ആയിട്ട് ഇവൻ്റെ അമലുകൾ ലഭിക്കുകയാണ്. ഇവൻ ആരോടും പറഞ്ഞിട്ടല്ല, ഇവൻ്റെ കൽബിൽ അവന് തോന്നുന്ന ആ ഒരു തോന്നലാണ്. നമുക്ക് സലീമായ കൽബ് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർ കാണിച്ചു തന്ന ആ ഒരു മാതൃകയിൽ ജീവിക്കാനും സലീമായ കൽബോടുകൂടെ ജീവിച്ച് അതിൽ മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.